ഉമ്മല്ല, ഉമ്മാന്റെ സാന്നിധ്യം നമുക്ക് അറിയില്ല, ഡിസ്റ്റർബ് ചെയ്യരുത്. മൊബൈൽ കുട്ടി കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്യും, ആണോ അല്ലേ? പറയ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്യും. മൊബൈല് മനസ്സിലായില്ല? മൊബൈല് സ്പേസ് സ്റ്റേഷനിൽ നിന്നുണ്ടായതാണ്. സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഉപകരണമാണ് എന്ത്? മൊബൈല്. അതിന് കാരണം റോക്കറ്റ് വിക്ഷേപണമാണ്. 1940 വരെ റോക്കറ്റ് വിക്ഷേപണം വിജയിച്ചില്ല. അതിനുവേണ്ടി അമേരിക്കൻ സർക്കാർ ഏൽപ്പിച്ചതാണ് ആരെ? ജാക്ക് പാഴ്സൺസിനെ. ജാക്ക് പാഴ്സൺസ് ആണ് അതിന്റെ ഫൗണ്ടർ. എന്തിന്റെ? റോക്കറ്റിന്റെ പിതാവാണ് ആര്? ജാക്ക് പാഴ്സൺസ്. കേട്ടോ കേട്ടോ കേട്ടോ, ഇങ്ങോട്ട് കണ്ണ് തട്ടാതെ കേൾക്ക്. ജാക്ക് പാഴ്സൺസ് ആണ് റോക്കറ്റിന്റെ പിതാവ്. അദ്ദേഹം പല പണി, റോക്കറ്റ് ഫ്യൂവൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ പെട്രോൾ കൊണ്ട് എന്തോടൂല, റോക്കറ്റ് പൊങ്ങൂല. റോക്കറ്റിന് റോക്കറ്റ് ഫ്യൂവൽ വേണം. അത് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. അതിനേറ്റ ആളായിരുന്നു ആര്? ജാക്ക് പാഴ്സൺസ്. 1940-കളിൽ ഒരു രാത്രി ജാക്ക് പാഴ്സൺസ് ഉറങ്ങാണ്. ഉറങ്ങിയപ്പോൾ ഇത് ജാക്ക് പാഴ്സൺസിന്റെ ആത്മകഥയിലുണ്ട്, നമ്മളൊരു പുസ്തകത്തിൽ വരും. ഈ പുസ്തകത്തില്ല, തൊട്ടടുത്ത പുസ്തകം ഇൻഷാ അല്ലാഹ് കൃത്യമായി പറയും. ജാക്ക് പാഴ്സൺസ് ഉറങ്ങുന്ന നേരത്തെ ഒരാൾ സ്വപ്നത്തിൽ വന്നു. ബൈനൻ നൗമി വൽ യഖ്ള, ഉറങ്ങുമല്ല ഉണർന്നുമല്ല എന്ന് പറഞ്ഞു രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, റോക്കറ്റ് ഫ്യൂവലിന് ഇന്നാലിന്ന സാധനങ്ങൾ കൂട്ടണം. അത് കൂട്ടിയാലേ റോക്കറ്റ് ഫ്യൂവൽ ഉണ്ടാകും. അത് ഉപയോഗിച്ചാലേ റോക്കറ്റ് ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരിക്കൽ പറഞ്ഞു, പിന്നെ പറഞ്ഞു. അപ്പോൾ ജാക്ക് പാഴ്സൺസ് ഉണർവിന്റെയും ഉറക്കത്തിന്റെയും ഇടയിൽ അയാളുടെ ആത്മഹത്യയായി വായിക്കണേ. നിങ്ങൾ ആരാണ്? ഹു ആർ യു? നിങ്ങൾ ആരാ? അപ്പോൾ അയാൾ പറഞ്ഞു, മൈ നെയിം ഈസ് DAJJAL. എന്താ അർത്ഥം? എന്താ വാക്ക്? ദജ്ജാൽ. എവിടുന്നാണ് ഉദ്ധരിക്കണേ? ജാക്ക് പാഴ്സൺസിന്റെ ആത്മകഥയിൽ. ഞാനാരാ? ദാറുൽ ഖുർആൻ പ്രിൻസിപ്പാൾ. ഞാൻ പറ്റാന്തകമ്മയായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇത് ഈ ഓരോന്നും പറയുമ്പോൾ അത് തൂക്കിയിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് 10,000 ആൾ കാണും. അവനക്ക് എന്തേലും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത്? റോക്കറ്റ് വിക്ഷേപണം. എന്നിട്ടുണ്ടായതാണ് എന്ത്? സ്പേസ് സ്റ്റേഷൻ. എന്നിട്ടുണ്ടായതാണ് എന്ത്? മൊബൈല്. അപ്പൊ മൊബൈൽ ഉണ്ടാക്കേണ്ട പിതാവാരാ? ദജ്ജാല്. ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. വല്ലാഹിൽ അലീം, ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. ഇത് നിങ്ങൾ ഖുർആൻ ക്ലാസ് കേട്ടാലും ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. നിങ്ങൾ ഹദീസ് ക്ലാസ് കേട്ടാലും ഇതുണ്ടാക്കിയ ദജ്ജാലാണ്. ഈ രൂപത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ കൈവിട്ടുപോയി. ഇപ്പൊ നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം ആരുടെ ഉപകരണമാണ്? ദജ്ജാല്. ജാക്ക് പാഴ്സനോട് ഉറങ്ങണ ഉറക്കത്തിൽ ജാക്ക് പാഴ്സൺസ് പിന്നെ മരിച്ചെടുക്കണം. എല്ലാവരും കണ്ടു. റോക്കറ്റ് ഫ്യൂവൽ ലോകത്തിന് കൊടുത്തു, ജാക്ക് പാഴ്സൺസ് മരിച്ചു. ആദ്യ ഭാര്യ ഒരാളെ കൂടെ പോയപ്പോൾ ജാക്ക് പാഴ്സൺസ്, അദ്ദേഹം സാത്താനിസ്റ്റാ, പിശാചിനെ ആരാധിക്കുന്ന ആളാണ്. പിശാചിനോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം? മനുഷ്യകുലത്തിൽ നിന്നല്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി വേണം. അങ്ങനെ ജാക്ക് പാഴ്സൺസിന്റെ ഭാര്യയായി ഒരു ദിവസം ഒരു പെണ്ണ് ഓഫീസിലേക്ക് കയറി വന്നു. നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയും ജാക്ക് പാഴ്സൺ ഭാര്യ ഭർത്താക്കളായി. അമേരിക്കൻ TV-ക്ക് ഒരുപാട് വട്ടം ആ സ്ത്രീ അഭിമുഖം കൊടുത്തിട്ടുണ്ട്, ഞാൻ മനുഷ്യ സ്ത്രീ അല്ല. തെളിവോ? കൊട്ടക്കണക്കിന് അറിയാം. ഞാൻ വെറുതെ ഉത്തരക്കല്ല, പഠിക്കണ പണി എനിക്ക് റബ്ബിന്റെ സഹായത്താൽ. വെറുതെ പറയല്ല, ഞാൻ മനുഷ്യ സ്ത്രീ അല്ല. അമേരിക്കൻ TV ചാനലുകൾക്ക് ഈ സ്ത്രീ കൊടുത്ത അഭിമുഖങ്ങൾക്ക് കയ്യും കണക്കൂല്ല. ഞാൻ മനുഷ്യ സ്ത്രീ അല്ല. വേറെ വിഷയം ഇപ്പൊ പറയണേ, ചിന്തിക്ക. ഇവരൊക്കെ ഉണ്ടാക്കിയതാണ് എന്ത്? ഇതുകൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ വീട്ടകങ്ങൾ